ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ 1 കപ്പ് മട്ടയരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒരു ബൗളിലിട്ട ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. അതിൻ്റെ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ അരി നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിയിൽ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനൊരു അരിപ്പയിൽ ഇട്ട് കൊടുത്ത ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളയുന്നുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ എടുത്തു വെച്ച അരി നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ആദ്യം നമുക്ക് വെള്ളം അരിയിലുള്ളത് കൊണ്ടിട്ട് ചെറിയൊരു കട്ടി പോലെ തോന്നും. പിന്നെ വെള്ളം എല്ലാം പോയി കഴിയുമ്പോഴേക്കും അത് നമുക്ക് കുറച്ച് നൈസായി കിട്ടും. ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് തന്നെ വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അരിയിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അരി നന്നായിട്ട് തന്നെ വറുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരി റെഡി ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പാൻ ഒന്നുകൂടെ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 കപ്പ് നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സ് നമ്മുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ നട്ട്സ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. നട്ട്സിൽ പച്ചമണം മാറുന്നവരേക്ക് മാത്രം ഒന്ന് വറുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ നട്ട്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ 1 കപ്പ് പീനട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. പീനട്ട്സ് വറുക്കുമ്പോൾ അധികം നേരം വറുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നവരേക്ക് മാത്രം ഒന്ന് നമുക്ക് വറുത്തെടുത്താൽ മതിയാവും. ഇപ്പോൾ പീനട്ട്സ് ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പീനട്ട്സ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെക്കുമ്പോഴേക്കും പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഈ പീനട്ട്സിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കുക. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് തെറ്റിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ തന്നെ ഇതിൻ്റെ തൊണ്ടൊക്കെ റെഡിയായി കിട്ടും. ഇനി നമുക്കൊരു പാനിൽ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര നന്നായിട്ട് സിറപ്പാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് സിറപ്പായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒട്ടുന്ന പരുവൊന്നും വേണ്ട, ജസ്റ്റ് സിറപ്പാക്കി എടുത്താൽ മതിയാവും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിയുടെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിന് മുൻപ് നമുക്കിതിലേക്ക് ഒരു 4-5 ഏലക്ക കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമുക്കിനി പീനട്ട്സും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പീനട്ട്സിൻ്റെ കൂടെ തന്നെ നമുക്ക് നട്ട്സ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നട്ട്സും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരി പൊടിച്ചതിലേക്ക് തന്നെ നമുക്ക് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനി നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് വേറൊരു ബൗളിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. ശർക്കരയിൽ വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കര പാനിക്ക് നല്ല ചൂടാണ് കേട്ടോ. ആ ചൂടിൽ തന്നെ നമ്മൾ 1 കപ്പ് തേങ്ങ നമുക്ക് ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യമേ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടികളുടെ മിക്സ് നമുക്ക് ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പൊടിയുടെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇതിനകത്ത് ശർക്കരപ്പാനി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ നമുക്ക് ഇനി എങ്ങാനും കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ മിക്സ് കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത ശേഷം ബൗൾസാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ നട്ട്സ് അരിയുണ്ട റെഡി കഴിഞ്ഞു. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്, തയ്യാറാക്കി നോക്കണം.
കുട്ടികൾക്കൊക്കെ നമുക്ക് വളരെ ഇഷ്ടത്തോടു കൂടി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമുക്ക് കഴിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ, നല്ല ടേസ്റ്റുള്ള നല്ലൊരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.